നിഗൂഢതയുടെയും ആകാംക്ഷയുടെയും ലോകത്തേക്ക് സ്വാഗതം. ടി ത്രില്ലർ ഓരോ നിമിഷവും ഉദ്വേഗം നിറയ്ക്കുന്ന കഥകളുമായി നിങ്ങളുടെ മുന്നിലേക്ക്. എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക്. ടി ത്രില്ലർ. മാന്ത്രിക വിരലും സ്വർണ്ണക്കിളിയും. അതിമനോഹരമായൊരു വനത്തിന്റെ ഹൃദയഭാഗത്ത്, ആരും എത്തിപ്പെടാത്ത ഒരു കൊടുംവനത്തിലുണ്ടായിരുന്നു ഒരു ചെറിയ വീട്. അവിടെ മാലതി എന്നൊരു കൊച്ചുപെൺകുട്ടി അവളുടെ മുത്തശ്ശിയോടൊപ്പം താമസിച്ചിരുന്നു. മാലതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവളുടെ ചൂണ്ടുവിരൽ കൊണ്ട് എന്തു തൊട്ടാലും അത് സ്വർണമായി മാറും. പക്ഷേ അവളത് അധികം ഉപയോഗിച്ചിരുന്നില്ല. കാരണം ആ കഴിവ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അവൾക്കിഷ്ടപ്പെട്ട പൂക്കളും അവൾ കളിക്കാൻ ഉപയോഗിച്ച കളിപ്പാട്ടങ്ങളും സ്വർണമായി മാറിയപ്പോൾ അവൾക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ വിരൽ ഒരു തുണികൊണ്ട് പൊതിഞ്ഞു സൂക്ഷിച്ചു. ഒരു ദിവസം മാലതി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു സ്വർണ്ണക്കിളി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കിളിക്ക് ഒരു ചിറകൊടിഞ്ഞിരുന്നു. കിളിയെ കണ്ടപ്പോൾ മാലതിക്ക് വിഷമം തോന്നി. അവൾക്ക് അതിനെ സഹായിക്കണമെന്നാഗ്രഹിച്ചു. പക്ഷെ സ്വർണ്ണവിരലിനെക്കുറിച്ച് അവൾ ഓർത്തു. കിളിയെ തൊട്ടാൽ അത് സ്വർണമായി മാറിയേക്കാം. എങ്കിലും കിളിയുടെ വേദന കണ്ടപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ പതുക്കെ വിരലിലെ തുണി മാറ്റി കിളിയുടെ ഒടിഞ്ഞ ചിറകിൽ മെല്ലെ തൊട്ടു. അത്ഭുതമെന്നു പറയട്ടെ, കിളിയുടെ ചിറക് സ്വർണമായി മാറിയില്ല. പകരം ആ സ്വർണ്ണവിരലിൽ നിന്ന് ഒരു മാന്ത്രിക പ്രകാശം കിളിയിലേക്ക് പ്രവഹിക്കുകയും അതിന്റെ ചിറക് പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്തു. കിളിക്ക് വീണ്ടും പറക്കാൻ കഴിഞ്ഞു. മാലതി അത്ഭുതത്തോടെ കിളിയെ നോക്കി. കിളി അവളുടെ തോളിലിരുന്ന് മനോഹരമായ ഒരു പാട്ടുപാടി. ആ പാട്ടിന് മാന്ത്രിക ശക്തിയുണ്ടായിരുന്നു. അത് കാട്ടിലെ മരങ്ങളെയും പൂക്കളെയും പുനരുജ്ജീവിപ്പിച്ചു. അതുവരെ വാടിക്കരിഞ്ഞ മരങ്ങൾ തളിർക്കുകയും പൂക്കൾക്ക് പുതിയ നിറം വരികയും ചെയ്തു. കാട് മുഴുവൻ ഒരു പുതിയ ജീവൻ തുടിച്ചു. അതോടെ മാലതിക്ക് ഒരു കാര്യം മനസ്സിലായി. അവളുടെ മാന്ത്രിക വിരൽ സ്നേഹത്തോടെയും ദയയോടെയും ഉപയോഗിക്കുമ്പോൾ അത് സ്വർണത്തേക്കാൾ വിലയേറിയ കാര്യങ്ങൾ ചെയ്യും. അന്നുമുതൽ മാലതി തന്റെ കഴിവ് മറ്റുള്ളവരെ സഹായിക്കാനും ലോകത്തിന് നന്മ ചെയ്യാനും ഉപയോഗിച്ചു. അവൾ തൊട്ടതെല്ലാം സ്വർണമായി മാറിയില്ല. പകരം അവയെല്ലാം സൗന്ദര്യവും ജീവനും തുളുമ്പുന്ന ഒന്നായി മാറി. സ്വർണ്ണക്കിളി എന്നും അവളുടെ കൂട്ടായി അവളോടൊപ്പമുണ്ടായിരുന്നു. അവളുടെ നല്ല പ്രവൃത്തികൾക്ക് സാക്ഷിയായി. ഈ കഥയിൽ നിന്നുള്ള പാഠമിതാണ്: നമ്മുടെ കഴിവുകൾ സ്നേഹത്തോടും ദയയോടും കൂടി ഉപയോഗിക്കുമ്പോൾ അവ സ്വർണത്തേക്കാൾ മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യും. മാലതിയുടെ മാന്ത്രിക വിരൽ സ്നേഹത്തോടെ ഉപയോഗിച്ചപ്പോൾ അത് വെറും സ്വർണമുണ്ടാക്കുന്നതിനു പകരം ജീവൻ നൽകുകയും സൗന്ദര്യം സൃഷ്ടിക്കുകയും ചെയ്തു. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മറ്റുള്ളവരെ സഹായിക്കാനും ലോകത്തിന് നന്മ ചെയ്യാനും ഉപയോഗിക്കുമ്പോഴാണ് അവയ്ക്ക് യഥാർത്ഥ മൂല്യമുണ്ടാകുന്നത്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.